തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിൽ KPCCയുടെ ഉടമസ്ഥതയിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വെച്ച് KSUവിൻ്റെ സംസ്ഥാനതല ക്യാമ്പ് നടക്കുന്നു. കേരളത്തിലെ പ്രമുഖ KSU നേതാക്കൾ പങ്കെടുക്കുന്ന ക്യാമ്പസുകളിൽ എങ്ങനെയാണ് KSU പ്രവർത്തനം നടത്തേണ്ടത്? അടുത്ത അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ ഏതൊക്കെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, ക്യാമ്പസുകളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും തീരുമാനമെടുക്കാനുള്ള ക്യാമ്പ്. പക്ഷേ ആ ക്യാമ്പ് സമാപിച്ചത് കൂട്ട അടിയിലാണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കൂട്ട അടി നടക്കുന്നു. അടിക്ക് മുമ്പ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൃത്തം ചെയ്യുന്നു DJ പാർട്ടിയിൽ. ആ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ മദ്യസൽക്കാരം, DJ പാർട്ടി, അത് കഴിഞ്ഞ് കൂട്ടയടി, രക്തം ചിന്തിയ അടിയായിരുന്നു നടന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് വന്ന നടപടി ഉണ്ടാകുമെന്ന് KPCC പ്രസിഡന്റും പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു KSUവിൻ്റെ പഠന ക്യാമ്പ്. കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു. ഒരു വാർത്ത മാത്രമേ വന്നുള്ളൂ, തുടർ വാർത്തകളൊന്നും ഉണ്ടായില്ല. സ്വാഭാവികമായും KSUവിൻ്റെ സംസ്ഥാനതല ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്തിച്ചർച്ച പ്രതീക്ഷിച്ചിരുന്നു. ഒരു മാധ്യമങ്ങളും അന്തിച്ചർച്ച നടത്തിയില്ല. നല്ല കാര്യം. ഇന്നത്തെ മാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നാം പേജിൽ വാർത്ത വരേണ്ടതാണ്. കാരണം KSUവിൻ്റെ ക്യാമ്പിൽ നടന്ന കൂട്ടത്തല്ലിൽ 2 പേർക്ക് പരിക്ക് പറ്റി, ഗുരുതരമായ പരിക്കാണ്. മദ്യസൽക്കാരം നടന്നിട്ടുണ്ട്. അത് വാർത്ത നൽകിയത് മലയാള മനോരമ തന്നെയാണ്. അങ്ങനെയൊക്കെ നടന്ന സംഭവം അത് വലിയ വാർത്തയായി വരേണ്ടതാണ്. പക്ഷേ മലയാള മനോരമ ഇന്നത്തെ മലയാള മനോരമ എടുത്തു നോക്കിയപ്പോൾ വാർത്ത പ്രാദേശിക പേജിൽ ഒതുക്കിയിരിക്കുന്നു. 3-ാം പേജിലെ പ്രാദേശിക വാർത്തയായി സംഭവം ഒതുക്കിയിട്ടുണ്ട് എന്നാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്: KSU ക്യാമ്പിൽ കൂട്ടത്തല്ല്, 2 പേർക്ക് പരിക്ക്. സംഘർഷം വാട്സപ്പ് ഗ്രൂപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ക്യാമ്പിൽ ഗുരുതര അച്ചടക്ക ലംഘനം നടന്നെന്ന് കണ്ടെത്തൽ എന്നാണ് വാർത്ത. ഇതിൽ എവിടെയും മദ്യസൽക്കാരം നടന്നതിനെക്കുറിച്ച് പറയുന്നേ ഇല്ല എന്നതാണ് ഒരു കാര്യം. എന്നാൽ മലയാള മനോരമയുടെ ഇന്നലത്തെ ഓൺലൈൻ പതിപ്പിൽ മദ്യസൽക്കാരം നടന്നു എന്ന വാർത്ത കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. അതേസമയം മാതൃഭൂമി എടുത്തു നോക്കി. മാതൃഭൂമിയുടെ 1-ാം പേജിൽ വാർത്തയില്ല. പക്ഷേ 7-ാം പേജിൽ മാതൃഭൂമി വാർത്ത നൽകിയിട്ടുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: KSU പഠന ക്യാമ്പിൽ കൂട്ടത്തല്ല്, 2 പേർക്ക് പരിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. KSU തെക്കൻ മേഖല പഠന ക്യാമ്പിൽ കൂട്ടത്തല്ല്. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പിനിടെയാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് എന്നാണ് വാർത്ത നൽകിയിരിക്കുന്നത്. 4 കോളം വാർത്തയാണ് നൽകിയത്. അത് സംസ്ഥാന പേജ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റ് മാധ്യമങ്ങളും കൂടി എടുത്തു നോക്കി. പ്രധാനപ്പെട്ട മറ്റു പത്രങ്ങൾ, ഒന്ന് കേരള കൗമുദിയാണ്. കേരള കൗമുദിയുടെ പേജ് നോക്കുമ്പോൾ വാർത്തയില്ല, 1-ാം പേജിൽ വാർത്തയില്ല. മാധ്യമം എടുത്തു നോക്കി, മാധ്യമത്തിൻ്റെയും 1-ാം പേജിൽ വാർത്തയില്ല. ഇതൊരു വാർത്ത ആകേണ്ടതല്ലേ എന്ന് ചോദ്യം ഉയരുന്നുണ്ട്. ആകേണ്ടതാണ്. പക്ഷേ KSUവിന്, കോൺഗ്രസ് സംഘടനകൾക്ക് ഒക്കെ ഒരു സംരക്ഷണം നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്, ഒരു പ്രിവിലേജ് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയാകാതെ ഇരുന്നതും. അതേസമയം ഇതൊരു SFIയുടെ ക്യാമ്പിലാണ് എങ്കിൽ, ഒരു പ്രാദേശിക ക്യാമ്പിലാണ് എങ്കിൽ വലിയ വാർത്തയായേനെ, അന്തിച്ചർച്ചയായേനെ, പോലീസിൻ്റെ ഇടപെടലിനെ കുറിച്ച് ചർച്ച വന്നേനെ, പോലീസ് നിഷ്ക്രിയം പാലിക്കുന്നു എന്ന ചർച്ച വന്നേനെ. അങ്ങനെ നിരവധി ദിവസം ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് KSU ആണ്, മാധ്യമങ്ങളുടെ പ്രിയപ്പെട്ട സംഘടനയാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ, മോശമായ സംഭവങ്ങളൊന്നും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് എന്നത് ഇതോടുകൂടി ഒന്നുകൂടി വ്യക്തമായി എന്നേ ഉള്ളൂ. നേരത്തെ അവർ അങ്ങനെ തന്നെയായിരുന്നു. ഈ സംഭവം KSU ക്യാമ്പിൽ നടന്ന കുട്ടികളുടെ ഒരു തമ്മിലടി മാത്രമാണോ? അതല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയവും. അതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയാകേണ്ടിയിരുന്നതും. കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യം രൂപം കൊണ്ടിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിൽ 2 ഗ്രൂപ്പാണുള്ളത്, AI ഗ്രൂപ്പുകൾ. ഈ AI ഗ്രൂപ്പുകൾ 2 തട്ടിൽ നിന്ന് പോരാടിക്കാറുണ്ട്. ചിലപ്പോൾ തമ്മിലടി ഉണ്ടാകാറുണ്ട്, പരസ്യമായി അടി ഉണ്ടാകാറുണ്ട്, ഒക്കെ കേരളം കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ആ AI സമവാക്യം മാറി സുധാകരൻ, അതോടൊപ്പം തന്നെ VD സതീശൻ എന്നിങ്ങനെ 2 ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ. സുധാകരൻ വിഭാഗവും KPCC പ്രസിഡന്റായ K സുധാകരൻ വിഭാഗവും, അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള 2 വിഭാഗമായി മാറിയിട്ടുണ്ട്. KSUയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എല്ലാ കാലത്തും A ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ തന്നെയാണ് A ഗ്രൂപ്പുകാരനായ അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മാറുകയും ചെയ്തത്. പിന്നീട് അലോഷ്യസ് സേവ്യർ ഒന്ന് കാല് മാറ്റി ചവിട്ടി, ഒന്ന് കളം മാറ്റി ചവിട്ടി. ഇപ്പോൾ VD സതീശൻ ഗ്രൂപ്പാണ്. VD സതീശൻ ഗ്രൂപ്പ് നടത്തുന്ന ക്യാമ്പായി നെയ്യാറിലെ ക്യാമ്പ് മാറി എന്നതാണ് കാര്യം. KPCC പ്രസിഡന്റിനെ അങ്ങോട്ട് ക്ഷണിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല. ക്യാമ്പ് തുടങ്ങുന്നതിന് അതേ ദിവസം രാവിലെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. എന്തിനാണ്? ആശംസാ പ്രസംഗത്തിന്. ഉദ്ഘാടനം ആരാണ്? വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉദ്ഘാടകനായി വൈകുന്നേരത്തേക്ക് നിശ്ചയിക്കുകയും രാവിലെ KPCC പ്രസിഡന്റിനെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് KPCC പ്രസിഡന്റ് ആ ഭാഗത്തേക്ക് പോയില്ല.
അതേസമയം ക്യാമ്പിനകത്ത് മറ്റൊരു ചർച്ചയും കൂടി നടന്നു. അതാണ് അടിക്ക് ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണം. KPCC നേതൃത്വത്തിനെതിരെ രാഷ്ട്രീയ പ്രമേയം പാസാക്കണം. KSUവിന്റെ സംസ്ഥാന ക്യാമ്പ് തയ്യാറാക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൽ KPCC നേതൃത്വത്തിനെതിരെ പരാമർശമുണ്ടാകണം എന്ന ചർച്ച വന്നു. അത്തരം ചർച്ചകൾ നടക്കുകയും ചെയ്തു. അങ്ങനെ വന്നാൽ അത് KPCC പ്രസിഡന്റ് K സുധാകരന് എതിരെയായിരിക്കും. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റാനുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ VD സതീശൻ വിഭാഗം തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കളമൊരുക്കലായിരുന്നു അവിടെ നടന്നത്. ഇതൊക്കെ തലേ ദിവസം മദ്യം കഴിച്ചപ്പോഴാണ് KSU പ്രവർത്തകരുടെ തലയിലേക്ക് വരുന്നത്. പരസ്പരം ചർച്ചയാവുകയും പരസ്പരം വാക്കേറ്റമാവുകയും അങ്ങനെ അടിയിൽ കലാശിക്കുകയും ചെയ്തു എന്നതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് രൂപം കൊണ്ട ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഒരു ചെറു രൂപം, അതിന്റെ അടിയുടെ ചെറു രൂപമാണ് KSU ക്യാമ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിനെ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പോഷക സംഘടനകൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നത്, എത്രമാത്രം സംരക്ഷണമാണ് നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നത് എന്നോർക്കണം. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ സംഭവത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയ രീതി.